ആത്മബന്ധു. പ്രഭാതം, പ്രകാശം, പ്രത്യാശ. ഓരോ പ്രഭാതത്തിലും ജീവിതം പുതുതായി തുടങ്ങുകയാണല്ലോ അല്ലേ? സവിതാവ് നമുക്ക് വേണ്ടി നൽകുന്ന അവസരം. പരബ്രഹ്മസ്വരൂപത്തിൽ നമ്മളും ഒരംശമാണ് എന്ന് ഈ പ്രപഞ്ചം പറഞ്ഞു തരുന്ന അനിതര സാധാരണമായൊരു അവസ്ഥയാണ് ഓരോ ഉദയവും. സൂര്യൻ ഉദിച്ചുയരുന്നത് നോക്കിയിരുന്നിട്ടുണ്ടോ? എത്ര മനോഹരമാണ്! മാത്രമല്ല, ആത്മീയമായ ഉണർവുകൾ ഏറ്റവും കൂടുതലായി നമ്മളെ സ്പർശിക്കുന്നത് ഉദയത്തെ കണ്ടിരിക്കുമ്പോഴാണ്. ആ സൂര്യഗോളത്തിലെ നിറങ്ങൾ, അതിനുണ്ടാകുന്ന മാറ്റങ്ങൾ, പ്രകാശകിരണങ്ങൾ. ഉദയസൂര്യനെ നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണാൻ പറ്റും. എന്നാൽ കത്തിജ്വലിക്കുന്ന സൂര്യനെ നോക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് ഉദയം, തുടക്കം. നോക്കിക്കാണുവാനും ഉൾക്കൊള്ളുവാനുമുള്ള അവസരമാണ് ഉദയമെന്നത്, പ്രഭാതമെന്നത്. നമ്മളിലെ എല്ലാ സ്വാർത്ഥതയെയും നമ്മളിലെ അഹങ്കാരത്തെയും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു പ്രഭാതത്തെ വരവേൽക്കാൻ സാധിക്കണം. പ്രഭാതങ്ങൾ നമുക്ക് നമ്മുടെ സന്തോഷത്തെ കണ്ടെത്താൻ മാത്രമുള്ളതല്ല. നമ്മുടെ അഹന്ത, അഹങ്കാരങ്ങൾ, അഹംഭാവങ്ങൾ അതില്ലാതെയാക്കുവാനുള്ള തോന്നലുകൾ, അതിനുള്ള പ്രേരണകൾ ഉണ്ടാകണേ എന്ന പ്രാർത്ഥനകൾ കൂടി നമുക്കൊപ്പം വയ്ക്കാം. ജീവിതത്തെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്? ജീവിതത്തെ എങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടത്? ഒരു കഥ പറയട്ടെ. ഒരിക്കലൊരാൾ 10 വെറ്റില വാങ്ങി. വെറ്റില മുറുക്കുക ഇദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണേ. വെറ്റില മുറുക്കി ഒരല്പസമയം അങ്ങനെ കാറ്റും കൊണ്ട് തൻ്റെ ഉമ്മറത്തിരിക്കുന്നത് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. നല്ല തളിർവെറ്റില കഴിക്കുന്നതാണ് അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടും ഇഷ്ടം. അദ്ദേഹം താമസിക്കുന്നിടത്ത് നിന്ന് വെറ്റില കിട്ടാനായി ഒരുപാട് ദൂരെ പോകേണ്ടതുണ്ട്. ഏതായാലും ഇദ്ദേഹം ആഗ്രഹിച്ച് ഒരു 10 വെറ്റിലയുമായി തൻ്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. ഇനി വരുന്ന 10 ദിവസങ്ങൾ അങ്ങനെ വെറ്റിലയും മുറുക്കി ആ കാറ്റുമേറ്റ് കുന്നിൻ ചെരുവിൽ നിന്നുള്ള ആ കുയിലിൻ്റെ കൂകലൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത്. ഏതായാലും സന്ധ്യയോടുകൂടി വീട്ടിലെത്തി. പിറ്റേന്ന് പ്രഭാതത്തിൽ അദ്ദേഹം തൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് എന്നാലൊന്ന് മുറുക്കാം എന്ന് കരുതിയിരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ കൊണ്ടുവന്ന 10 വെറ്റിലകളിൽ ഒരു വെറ്റില പഴുത്തിരിക്കുന്നു. ബാക്കിയെല്ലാം നന്നായി പച്ചയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പം അദ്ദേഹം വിചാരിച്ചു, എല്ലാം നല്ല പച്ചപ്പിലാണല്ലോ ഉള്ളത്, ഈ പഴുത്തു പോയത് ഇന്നങ്ങ് കഴിക്കാം. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ നമുക്ക് നല്ല തളിർ വെറ്റില കഴിച്ചു തുടങ്ങാമല്ലോ, അല്ലെങ്കിൽ നന്നായി പച്ചയായിട്ടുള്ള ആ വെറ്റില തന്നെ ചവയ്ക്കാമല്ലോ എന്ന് കരുതി. ആദ്യത്തെ ദിവസം അദ്ദേഹം പഴുത്ത വെറ്റില കഴിച്ചു. കാറ്റേറ്റിരുന്നു എങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആ ഒരു സ്വാദല്ലല്ലോ ലഭിക്കുന്നത്. എന്നാലും സഹിച്ചു, സാരമില്ല, നാളെ നല്ലത് കഴിക്കാമല്ലോ. പിറ്റേന്ന് നോക്കുമ്പോഴും അതാ ഒരു വെറ്റില പഴുത്തിട്ടുണ്ട്, ബാക്കിയൊക്കെ പച്ചയായിട്ട് തന്നെയുണ്ട്. അന്നും അദ്ദേഹം ആ പഴുത്ത വെറ്റില തന്നെ കഴിച്ചു. ഇങ്ങനെ ഓരോരോ ദിവസങ്ങൾ പഴുത്ത വെറ്റില കഴിച്ചു കഴിച്ച് ഒടുവിൽ അവസാനത്തെ ദിവസവും അവസാനത്തെ വെറ്റിലയും പഴുത്തുപോയപ്പോൾ ഈ 10 ദിവസവും താൻ കഴിച്ചത് പഴുത്ത വെറ്റില മാത്രമായിരുന്നല്ലോ, പച്ച വെറ്റില കഴിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് അദ്ദേഹം ഓർത്തു. കയ്യിലാണെങ്കിലോ ഇനി പച്ച വെറ്റില ഒട്ടുമില്ലതാനും. ഈ കഥ ഇന്ന് പറഞ്ഞത് എന്തിനാണെന്നോ? ഈ പഴുത്ത വെറ്റില പച്ച വെറ്റില ഒക്കെ കൊണ്ടു നടക്കുന്ന പോലെയാണോ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പല അനുഭവങ്ങളെയും പല സന്തോഷങ്ങളെയും ഒക്കെ മാറ്റിവെക്കുന്നത്? ഓ, നാളെ നന്നായിട്ട് ജീവിക്കാം, ഇന്നിങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കും. നാളെ വിചാരിക്കും, ഇനി അടുത്ത ദിവസം ആവട്ടെ നന്നായി ജീവിക്കുന്നത്, ഒരു യാത്ര പോകുന്നത് നാളെ ആവട്ടെ, അല്ലെങ്കിൽ സ്വസ്ഥമായിരിക്കുന്നത് നാളെ ആകട്ടെ, വ്യായാമമൊക്കെ ചെയ്ത് എൻ്റെ ശരീരത്തെ ഒന്ന് ഉണർത്തിയെടുക്കുന്നത് നാളെ ആകട്ടെ, ഇന്നിപ്പോൾ ഇങ്ങനെ അങ്ങ് പോകട്ടെ എന്ന്. ഒടുവിൽ ആ 10 ദിവസങ്ങൾ കടന്നു പോകും. കയ്യിൽ കരുതിയ 10 പച്ച വെറ്റിലയും കഴിഞ്ഞു പോകും. പഴുത്ത വെറ്റിലയുടെ സ്വാദ് മാത്രം ബാക്കിയാകും. പച്ച വെറ്റില കഴിക്കണമെന്ന ആഗ്രഹം മനസ്സിൽ ബാക്കിയാകും. അങ്ങനെയാണോ ജീവിക്കേണ്ടത്?
അല്ല. ഈ മനുഷ്യൻ ആ കൊണ്ടുവന്ന 10 വെറ്റിലകളിൽ ഒരെണ്ണം പഴുത്തപ്പോൾ അതങ്ങ് കളഞ്ഞിട്ട് ആദ്യത്തെ ദിവസം തന്നെ പച്ച വെറ്റിലയാണ് കഴിച്ചിരുന്നതെങ്കിലും എല്ലാ ദിവസവും അദ്ദേഹത്തിന് പച്ച വെറ്റിലയുടെ സ്വാദ് അറിയാൻ സാധിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും പച്ച വെറ്റില തീർച്ചയായിട്ടും കഴിക്കാൻ പറ്റുമായിരുന്നു. ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്തെന്നോ, ജീവിതത്തിൽ വേണ്ട എന്ന് വെക്കേണ്ട ചിലതുകളെ വേണ്ട എന്ന് വെക്കണം. ആസ്വദിക്കേണ്ട, ആനന്ദിക്കേണ്ട ചില കാര്യങ്ങളെ, സ്വപ്നം കാണുന്ന ചില വസ്തുക്കളെ നേടിയെടുക്കുവാൻ നാളെ ഒരു സമയമുണ്ട് എന്ന് വിചാരിക്കരുത്. എന്തെങ്കിലും ഒരു സമയം നമ്മുടെ കൈവശമുണ്ട് എങ്കിൽ അത് ഇന്ന് മാത്രമാണ്. ഇന്നിനെ അടുത്തറിയുക, ഇന്നിനെ നന്നായി ഉപയോഗിക്കാം. അവനവന് ലഭിക്കുന്ന സമയത്തെ ഏറ്റവും ഉചിതമായി ഉപയോഗിക്കുന്നൊരു വ്യക്തി മാത്രമാണ് നന്നായി ജീവിക്കുന്നത്, ബുദ്ധിപൂർവം ജീവിക്കുന്നത്. സുഹൃത്തേ, ആത്മബന്ധോ, നമ്മുടെ കയ്യിൽ എത്ര വെറ്റിലയുണ്ട് നോക്കൂ. പഴുത്തുപോയ വെറ്റില അങ്ങ് ഉപേക്ഷിക്കുക. പച്ച വെറ്റിലകൾ ഇനിയും ധാരാളമുണ്ട്. ആസ്വദിക്കുക. കുന്നിൻപുറത്ത് ആ കാറ്റ് ഇനിയും ബാക്കിയുണ്ട്. ജീവിതമെന്ന മനോഹരമായ അവസരം നമ്മുടെ വാതിലിനപ്പുറത്ത് നമ്മളെ വന്ന് നോക്കി നിൽക്കുന്നുണ്ട്. നിരാശപ്പെടാതെ കയ്യിലുള്ള സന്തോഷങ്ങളെ, കയ്യിലുള്ള പച്ചപ്പിനെ ചേർത്ത് പിടിച്ച് ആ വാതിലുകൾ തുറന്ന് പുറത്തേക്കിറങ്ങും. ജീവിതം നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് സദാ ഒപ്പമുണ്ട്. ആത്മവിശ്വാസത്തോടുകൂടി സഞ്ചരിക്കൂ. ആത്മവിശ്വാസത്തോടുകൂടി ജീവിക്കൂ. ആത്മബന്ധു, ഇതൊരു നല്ല ദിവസമായിരിക്കട്ടെ.